ആസുബിന് വായിൽ ഒരു പൊടിപൊടിയുന്ന ഒരു എല്ല് കൊണ്ട് നുരുമ്പിയ ഒരു എല്ല്, ഒരു മനുഷ്യൻ്റെ എല്ല്. ആ എല്ല് കയ്യിൽ പിടിച്ചിട്ട് ഹബീബിൻ്റെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് ഹബീബിനോട് ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങൾ ഡു യു ക്ലെയിം ദാറ്റ് അല്ലാഹ് can give life for this dead bone? ഈ ചത്തുപോയ ഇല്ലായ്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ എല്ലിന് ജന്മം കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്? നഅം, അതെ. ആ എല്ല് പൊടിപിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വായുവിലേക്ക് എറിഞ്ഞു എന്നാണ് ആസുബിന് വായിൽ. അദ്ദേഹം മുശ്രിക്കായിരുന്നു. ഈ പൊടിയെ ഇനി ഒരു മനുഷ്യനായ ഖിയാമത്തിലേക്ക് രൂപപ്പെടുത്താൻ പടച്ചോനത്ര എളുപ്പമാവില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കളിയാക്കിയതിന് മറുപടിയാണ് സൂറത്തു യാസീനിലെ നമ്മൾ ഓതുന്ന അവസാന ഭാഗങ്ങളൊക്കെ. യാ അല്ലാഹ്, 78 മുതൽ 79 വരെയുള്ള ആയത്തുകൾ ഈ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب لنا مثلا ونسي خلقه. സ്വന്തം സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു എന്ന് മറന്നിട്ട് അവൻ ചോദിക്കുക എന്നോട്, ഈ എല്ല് പോലും ഇല്ലാതിരുന്നൊരു കാലം അവനെ കുഞ്ഞായി ജനിപ്പിച്ചവനല്ലയോ അല്ലാഹു, അതവൻ മറന്നു. ചോദിക്കുക, ഖാല, ആസിബിന് വായിൽ ചോദിക്കുകയാണ്, മൻ യുഹയിൽ ഇളാം, ആരാണ് ഇളാമുകൾക്ക് ജീവൻ കൊടുക്കുന്നത്? എല്ലുകൾക്ക് ആര് ജീവൻ കൊടുക്കും? വഹിയ റമീം, ആ എല്ലുകൾ നുരുമ്പി പൊടിപൊടിയായതിനു ശേഷം ആരാ ജീവൻ കൊടുക്കുകയെന്ന് സ്വന്തം ജന്മം മറന്നുകൊണ്ട് ആസിബിന് വായിൽ ചോദിച്ചു. അങ്ങനത്തെ അഭിനവ യുക്തിവാദി ആസിബിന് വായിലുമാർ നമ്മുടെ പരിസരങ്ങളിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, സോഷ്യൽ മീഡിയകളിൽ തലതല്ലുന്നുണ്ട്. മയ്യുഹയിൽ ഇളാമ വഹിയ റമീം എന്ന് പറയുന്നവർ. ഇത് തന്നെയാണ് ജീവിതം, ഇത് യോയോ ആണ്. യു ലിവ് ഓൺലി വൺസ്, യോലോ, നിങ്ങൾ ഒരിക്കലേ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ. മഅദല്ലാഹ്, നമ്മൾ യോൾട്ടാണ്. യു ലിവ് ഓൺലി ട്വൈസ്, നമ്മൾ 2 തവണ ജീവിക്കുന്നവരാണൊന്ന്. ഒന്ന് പരീക്ഷണത്തിൻ്റെ ജീവിതം, മറ്റൊന്ന് പ്രതിഫലത്തിൻ്റെ ജീവിതം, മശ്റയുടെ ജീവിതം. ഖാല മൻ യുഹയിൽ ഇളാമ വഹിയ റമീം. ഇന്നത്തെ അഭിനവ യുക്തിവാദികൾക്കും അന്നത്തെ കാലത്തെ യുക്തിവാദികൾക്കും അല്ലാഹു കൊടുക്കുന്ന മറുപടി നോക്കണേ. ഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയേ, ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുന്നതെന്നല്ലേ ചോദിക്കുന്നത്? ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യമായി ഈ എല്ല് പടച്ചതാരാണ് എന്ന് ചോദിക്കൂ. അവനെ പടച്ചതാരായിരുന്നു? അവൻ്റെ ഉമ്മയാണോ ഉപ്പയാണോ? അല്ലല്ലോ, അവർ ജന്മത്തിൻ്റെ കാരണങ്ങളാണ്. ഉമ്മക്കും വാപ്പക്കും കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ കുട്ടീൻ്റെ ചേലും ചെറുക്കും ഹൈറ്റും വെയിറ്റും ബ്രെയിനൊക്കെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റണം. ഇത് ജനിച്ച് വീഴുമ്പോഴറിയാം ഏത് കോലത്തിലാണ് വരുന്നത് എന്ന്, അല്ലേ? ഉമ്മയും വാപ്പയും അല്ല കുട്ടിയെ ഉണ്ടാക്കുന്നത്, ഉമ്മയും വാപ്പയും അതിൻ്റെ സബബുകളാണ്, അതിൻ്റെ ബയോളജിക്കൽ റീസൺ. ആരാ സ്രഷ്ടാവ്? ഒരു സ്പേം സെൽ ഉമ്മയുടെ ഉദരത്തിലേക്ക് കടന്ന് എഗ്ഗുമായി കൂടിച്ചേർന്ന് അംഷാജ്, നുതുഫത്തിൻ അംഷാജ് എന്ന് പറയുന്ന സൈഗോട്ട്സ് ആയി മാറിയതിന് ശേഷം ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്നത് മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർമാർക്ക് സ്കാൻ നോക്കിയിട്ട് പറയാൻ പറ്റും ഇപ്പം എത്ര വളർച്ചയുണ്ട്, ഇനി കുറഞ്ഞെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. രൂപവും ഭാവവും ചേലും കോലവും എങ്ങനെയാണ്? ഉമ്മക്ക് വാപ്പാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ലോകത്തെ എല്ലാ കുട്ടികളും സുന്ദരി സുന്ദരന്മാരാവില്ലേ ഉമ്മയും വാപ്പ ഉണ്ടാക്കണതെങ്കിലേ? അല്ലല്ലോ. ഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ, സീറോയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ആരാണ് ഈ കുഞ്ഞിനെ ലോകത്ത് കൊണ്ടുവന്നത്? മനുഷ്യന് കഴിയോ? ഒരു വസ്തുവും അള്ളാഹ് ഉണ്ടാക്കിയ ഒന്നും എടുക്കരുത്, എന്നിട്ടൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖുർആൻ ഇന്നും അന്നും വെല്ലുവിളിക്കുന്ന വെല്ലുവിളി അതാ. ഇന്നത്തെ വെല്ലുവിളിയും അത് തന്നെയാണ്. ക്ലോണിങ് ചെയ്യണമെങ്കിൽ DNA വേണം. DNA അള്ളാഹിൻ്റെ പടപ്പാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ one of the most sophisticated and complicated creation of God.
അതാണ് DNA. അതുമ തൊട്ട് കളിക്കേണ്ട. ആ DNA നൽകുന്ന ഇൻഫോർമേഷൻ അതിമഹത്തരമാണ്. മനുഷ്യന്റെ ബുദ്ധി ബ്ലോയിങ് ഹ്യൂമൻ മൈൻഡ്സ്. എന്താണ് അതിൽ കിടക്കുന്ന ഇൻഫർമേഷൻ? DNA എന്നത് വളരെ സങ്കീർണമായ വിവരങ്ങളാണ്. ഒരു പിതാവിൻ്റെ ചിരി മുതൽ, ഒരു പിതാവിൻ്റെ നടത്തം മുതൽ, ഒരു പിതാവിൻ്റെ ദേഷ്യഭാവങ്ങൾ മുതൽ എല്ലാം ആ DNA ഉള്ളിൽ കിടക്കുകയാണ്. കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത, നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ കണിക. അതെടുത്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഒരു പക്ഷേ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് മനുഷ്യർ കഴിഞ്ഞേക്കാം. DNA തുടരുത്. സീറോയിൽ നിന്നൊരു ഒരു പൂച്ചക്കുഞ്ഞിനെ ഉണ്ടാക്ക്, ഒരു പക്ഷിക്കുഞ്ഞിനെ ഉണ്ടാക്ക്, ഒരു പുഴുവിനെ ഉണ്ടാക്ക്. ഇന്നേ വരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല, കഴിയൂല. അള്ളാഹുവിൻ്റെ മറുപടി അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അവിടെ ഇതൊന്നും തൊടാതെ നിങ്ങളായിട്ട് മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയാണ് ജീവൻ്റെ കണങ്ങളെന്ന് ശാസ്ത്രത്തിനറിയാം. നമ്മുടെ ബോഡി കോമ്പോണൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പിടിച്ചിട്ട് ടെസ്റ്റ് ട്യൂബിലിട്ടിട്ട് ഒന്ന് നോക്കിയൊരു കുഞ്ഞുണ്ടാക്കാൻ പറ്റുമോ? മനുഷ്യനുണ്ടാക്കാൻ പറ്റുമോ? റോബോട്ട് ഉണ്ടാക്കാൻ പറ്റും. വലിയ സംഭവം. റോബോട്ട് ഇങ്ങനെ ബാറ്ററി പോയ ആ സാധനം അവിടെ കിടക്കേണ്ടി വരും. റോബോട്ടിന് പോയി സ്വന്തം ബാറ്ററി പോയാൽ കിടക്കുന്ന സാധനമാണ് ഇതൊക്കെ. ചാർജ് പോയാൽ അവനൊന്നും ചെയ്യാൻ പറ്റൂല. മനുഷ്യൻ അങ്ങനെയാണോ? ഫുള്ളി ചാർജ്ഡ് അല്ലേ? മരിക്കുന്നവരെ ഫുള്ളി ചാർജ്ഡ് അല്ലേ മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി? ആലോചിച്ച് നോക്കൂ. ഒരു ടെസ്ലയും ഒരു കാറും മനുഷ്യൻ്റെ ഈ ഒരു സെറ്റപ്പിൻ്റെ മുമ്പിലേക്ക് എത്തുകയില്ല. അതാണ് അള്ളാഹിൻ്റെ മറുപടി. ആര് ജീവിപ്പിക്കുന്നല്ലേ ചോദ്യം. ഇത് സീറോയിൽ നിന്ന് എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവന്നവൻ ആരോ, ആ ആളിൻ്റെ പേരാണ് അല്ലാഹ്.